നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണം തുടങ്ങിയിരിക്കുന്നു മുസ്ലിം ലീഗ്. കൈപ്പത്തിയും വരച്ച് ചുവരെഴുത്ത് തുടങ്ങിക്കഴിഞ്ഞു മുസ്ലിം ലീഗ് പ്രവർത്തകർ. ചന്തക്കുന്നിലാണ് ആദ്യ ചുവരെഴുത്ത് തുടങ്ങിയത്. മുബഷിർ അക്ബർ ചേരുന്നുണ്ട്. ഇപ്പോൾ സ്ഥലത്തുണ്ട് മുബഷിർ അക്ബർ. മുബഷിർ, ഇനി ചിഹ്നമായി കഴിഞ്ഞു. ആളുടെ പേരും ഫോട്ടോയും കൂടെ വന്നാൽ ഇനി കാര്യങ്ങൾ ഉഷാറാവും എന്നുള്ളതാണ്. ലീഗ് ഒട്ടും വൈകിപ്പിക്കുന്നില്ല. എന്തായാലും നമ്മളുടെ തിരക്ക് ലീഗും കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ തുടങ്ങി, ലീഗ് തൊട്ടു പിന്നാലെ തുടങ്ങി. തെരഞ്ഞെടുപ്പിൻ്റെ ഓളമായോ? തീർച്ചയായും അരുൺകുമാർ, തെരഞ്ഞെടുപ്പ് ആവേശത്തിൽ തന്നെയാണ് നിലമ്പൂരിലെ ജനങ്ങളുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്തക്കുന്നിലാണ്. നേരത്തെ ഇവിടെ 2000-ഓളം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിലമ്പൂരിൽ മുസ്ലിം ലീഗ് വലിയൊരു കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു. ആ ഒരു പരിപാടിയിൽ വെച്ച് തന്നെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും മുസ്ലിം ലീഗ് സർവ്വ ആയുധ സന്നാഹങ്ങളുമായി സർവ്വസജ്ജമായി തന്നെ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുങ്ങുകയാണെന്നുള്ളതാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല, സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതിന് മുൻപ് തന്നെ നിലമ്പൂരിലെ മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇവിടെ ചുവരെഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, കൈപ്പത്തി ചിഹ്നം നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് ഇവിടെയുള്ള UDF പ്രവർത്തകർ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല, തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ടില്ല. ചുവരെഴുത്ത് അതിന് മുൻപേ തുടങ്ങിയോ? അതെ, ഞങ്ങൾ ഒരുപാട് മാസങ്ങളായി ഇതിൻ്റെ ഒരുക്കത്തിലാണ് മുസ്ലിം ലീഗ് പ്രത്യേകിച്ച്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടിയ പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട PB അബ്ദുൽ ബാസ് സാഹിബ് MP, ഇതിൽ സ്ഥാനാർത്ഥിക്കല്ല നമ്മൾ മുൻതൂക്കം കൊടുക്കുന്നത്, ചിഹ്നത്തിനാണ്, കൈപ്പത്തി ചിഹ്നത്തിനും. അതുപോലെ തന്നെ UDF ആരെയാണോ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അയാൾക്ക് വോട്ട് ചെയ്യാനാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർക്ക് പ്രിയപ്പെട്ട MP-യും അതേപോലെ തന്നെ പാണക്കാട് തങ്ങളും അതേപോലെ തന്നെ ഹമീദ് മാഷും ഇക്ബാൽ മാഷും നമ്മുടെ ജസ്മലും ഒക്കെ നിർദ്ദേശിച്ചിട്ടുള്ളത്. നമുക്ക് മുസ്ലിം ലീഗിൻ്റെ ഒരൊറ്റ ഇതുള്ളൂ, ആരെയാണോ UDF സ്ഥാനാർത്ഥിയാക്കുന്നത് ആ സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചിട്ട് മുസ്ലിം ലീഗ് അടങ്ങുകയുള്ളൂ എന്നാണ് ഞങ്ങൾക്കിതിൽ പറയുന്നത്. ചുവരെഴുത്ത് ഇവിടെ മാത്രമാണോ തുടങ്ങിയത്? അതെ, ഞങ്ങളൊരു തുടക്കം എന്നുള്ള നിലയിൽ, കാരണം നമുക്കറിയാം ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നിലമ്പൂരിലെ ജനാധിപത്യ വിശ്വാസികൾ ഒരു ജനാധിപത്യത്തിൻ്റെ ആഘോഷത്തിലാണ്. കാരണം നമുക്കറിയാം ഇത്രമാത്രം ദുർഭരണം നമ്മൾ കണ്ടിട്ടില്ല. ആ ദുർഭരണത്തിനെതിരെ XMLA പറഞ്ഞതുപോലെ ഇവിടെ സാധാരണക്കാരായിട്ടുള്ള കേരളത്തിലെ ജനങ്ങളും CPM-ൻ്റെ അതുപോലെ തന്നെ ഈ ഭരണവിരുദ്ധത്തിനെതിരെ പിണറായിക്കെതിരെയുള്ള ഒരു മത്സരമായിട്ടാണ് ഇത്. സത്യത്തിൽ LDF UDF തമ്മിലുള്ളൊരു മത്സരമായിട്ടല്ല നമ്മൾ കാണുന്നത്, മറിച്ച് ജനങ്ങളും അതുപോലെ തന്നെ ഇവിടെയുള്ള പിണറായിസത്തിനെതിരെയുള്ളൊരു മത്സരമായിട്ടാണ് കാണുന്നത്. നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര് വരണമെന്ന് ആഗ്രഹിക്കുന്നു? അത് UDF നേതൃത്വം തീരുമാനിക്കേണ്ടതാണ്. ഞങ്ങൾ സത്യത്തിൽ നല്ല ആവേശത്തിലാണ്. കാരണം ഇപ്പോൾ ഒരു ബൈ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ഒരു സമയമാണ്. പ്രിയങ്ക ഗാന്ധിയുടെ ബൈ ഇലക്ഷൻ കഴിഞ്ഞ് നിൽക്കുന്ന ആ ആവേശം കഴിഞ്ഞതിന് മുമ്പാണ് രണ്ടാമത് ഒരു ബൈ ഇലക്ഷൻ വരുന്നത്. നിലമ്പൂരിൽ എങ്ങനെയാണ് സാധ്യത UDF-നെ സംബന്ധിച്ച്? UDF-നാണ് സാധ്യത കൂടുതലായിട്ടുള്ളത്. കാരണം ജനങ്ങൾ അത്രയധികം മടുത്തിരിക്കുകയാണ് LDF-ൻ്റെ ഭരണം. തീർച്ചയായിട്ടും UDF തിരിച്ചു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആവേശമാണ് ഇവിടെ കാണുന്നത്. എന്താ പറയുക, ഞങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഞങ്ങളോട് എന്താണ് നേതൃത്വം പറഞ്ഞിരിക്കുന്നത്, അതിന് ഞങ്ങൾ എന്തായാലും നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശം, തെരഞ്ഞെടുപ്പൊക്കെ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞോണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ ഉത്സവം വരുന്ന പോലെയാണ്. പിന്നെ അങ്ങോട്ട് ചുവരെഴുത്തായി, മുദ്രാവാക്യങ്ങളായി, പ്രചരണമായി, വോട്ടഭ്യർത്ഥനയായി, അതിനിടയ്ക്ക് നമ്മളുടെ ലൈവ് സംപ്രേഷണങ്ങളായി, അതിനോടുള്ള പ്രതികരണങ്ങളായി, വോക്സ് പോപ്പുകളായി, അങ്ങനെ അങ്ങോട്ട് ആഘോഷമാണ്. നിലമ്പൂരിൽ ഇനി എന്തായാലും ഉത്സവമാണ്. അടുത്ത മെയ് മാസം അവസാനം വരെ, മെയ് മാസം അവസാനമായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ 2 ആഴ്ചക്കുള്ളിൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ പ്രഖ്യാപനം വന്നേക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.